ഗൂഡല്ലൂർ. ഞാൻ ഒരുപാട് വട്ടം അവിടെ പോയിട്ടുണ്ട്. കുഞ്ഞായിരിക്കുന്ന അപ്പം മുതൽ കഴിഞ്ഞ ഒരു 3 വർഷം മുന്നേ വരെ മേമേനെ കാണാനായിട്ട് ഞങ്ങളിടയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഗൂഡല്ലൂരിൻ്റെ ഭംഗി അടുത്തറിഞ്ഞത് ഈ ഒരു യാത്രയിലായിരുന്നു. ഇന്നലെ രാത്രി തന്നെ എത്തിയതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് നേരത്തെ തന്നെ ഉറങ്ങി. രാവിലെ ഒരു 7:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എണീറ്റ്. നല്ലൊരു ഡീപ്പ് സ്ലീപ്പായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ മോർണിംഗിൽ ഭയങ്കര ഫ്രഷ് ആയിരുന്നു. പാകത്തിനുള്ള തണുപ്പും, ഒരുപാട് തണുപ്പും ഇല്ല, എന്നാൽ ചൂടും ഇല്ല, അങ്ങനത്തെ നല്ലൊരു ക്ലൈമറ്റായിരുന്നു അവിടെ. അപ്പം അവിടെ ഗൂഡല്ലൂർ നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു 2-3 സ്ഥലങ്ങൾ, നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന 2-3 സ്പോട്ട് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. രാവിലെ ചായ കുടിക്കുന്ന ടൈമിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് നമ്മളൊരു 3 സ്പോട്ട് സെലക്ട് ചെയ്തു. അത് ഒന്ന് മസനഗുഡി വഴി പോകുമ്പോൾ ഉള്ള ഒരു ബൊക്കാപുരം ടെമ്പിളാണ്. പിന്നെ അത് കഴിഞ്ഞാൽ മോയാർ ഡാം, അത് കഴിഞ്ഞാൽ നീഡിൽ റോക്ക്. ഇങ്ങനെ 3 പ്ലേസാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഞങ്ങൾ അവിടെ ഭയങ്കര ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് മേമ കിച്ചണിൽ ഭയങ്കര ബിസിയായിരുന്നു. ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയായിരുന്നു. അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു 9:30 ഒക്കെ ആയ സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. മേമയുടെ മക്കളാണ് രഞ്ജിത്തും രോഹിത്തും. അപ്പോൾ അവർ നമ്മുടെ കൂടെ വരുന്നുണ്ട് സ്ഥലങ്ങളൊക്കെ കാണിക്കാനായിട്ട്. ഇതാണ് മസനഗുഡി റോഡ്. നമ്മൾ പോകുന്നത് ബൊക്കാപുരം ടെമ്പിളിലേക്കാണ്. ആ പോകുന്ന അതുവരെയുള്ള വഴിയും ഇത്രയും തന്നെ മനോഹരമായിരുന്നു. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കടന്ന് നമ്മൾ ചെല്ലുന്നത് ഒരു ഫോറസ്റ്റിലേക്കാണ്. ഫോറസ്റ്റിലേക്ക് കൂടെയുള്ള ഒരു വഴിയാണ്. 2 സൈഡും ഫോറസ്റ്റാണ്. കാടറിഞ്ഞു പോയൊരു യാത്രയായിരുന്നു ഇത്. ചെക്ക് പോസ്റ്റ് ഈ വഴി പകൽ സമയത്ത് വാഹനങ്ങളെല്ലാം പോകുന്നുണ്ട്. പക്ഷെ രാത്രിയാകുമ്പോൾ ചെക്ക് പോസ്റ്റ് അടയ്ക്കും. ഇതുവഴി യാത്രക്കാരെ അനുവദിക്കില്ല. കാരണം അത്രയും വന്യമൃഗങ്ങൾ ഇറങ്ങുന്നൊരു ഫോറസ്റ്റ് ആയിരുന്നു. പകൽ പോകുമ്പോൾ തന്നെ നമ്മൾ തന്നെ ഒരുപാട് മൃഗങ്ങളെ കണ്ടിട്ടുണ്ടായി. അപ്പോൾ കാടിനെ അടുത്തെറിഞ്ഞ് പോകാൻ പറ്റിയ ഒരു വഴികളാണ് മസനഗുഡി. ചിറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാടുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീന്തി കുതിച്ചു പോയി. കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും ഓയ് തന്തിനത്താനേ താനാനേ, തന്തിനത്താൻ നാനാനേ, ഓയ് തന്തിനത്താനേ താനാനേ, തന്തിനത്താൻ നാനാനേ. ഞങ്ങൾ ഏതാണ്ട് ബൊക്കാപുരം ടെമ്പിൾ എത്താനായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വന്ന വഴികളും ഇപ്പം ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അത്രയും കാമാണ്, ഒരു ബഹളമില്ല. മനസ്സിന് ഭയങ്കര സുഖം തരുന്ന വഴികൾ തന്നെയായിരുന്നു. ഞങ്ങൾ അവിടെ തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ എത്തുന്നത് വരെയും അതുപോലെ തന്നെയായിരുന്നു. അപ്പം ആ കാണുന്നതാണ് ബൊക്കാപുരം ടെമ്പിൾ. ഇവിടെ വർഷത്തിൽ ഒരു മാർച്ച് മാസത്തിലാണെന്ന് തോന്നുന്നു ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവാറുണ്ടെന്ന് മേമ പറഞ്ഞിട്ടുണ്ട്. അത്രയും പുറത്തുനിന്നെല്ലാം ഒരുപാട് ആളുകൾ വന്ന് പങ്കെടുക്കുന്നതാണ്. പക്ഷെ കാടിൻ്റെ നടുവിലായതുകൊണ്ട് അവർ ആ രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം നല്ല ആംബിയൻസും ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ മേമ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു മാരിയമ്മൻ ടെമ്പിളാണിത്. ഞങ്ങളവിടെ എത്തുമ്പോൾ ഏകദേശം 10-11 മണി ആ സമയമായിട്ടുണ്ടായി. അപ്പം അമ്പലം അടച്ചിട്ടുണ്ടായി കാണാം. ഞങ്ങൾ അകത്ത് കയറിയില്ല. പുറത്ത് തന്നെ നമുക്ക് ആസ്വദിക്കാനും ഇരുന്ന് വിശ്രമിക്കാനും ഒക്കെ ഉള്ള നല്ല നല്ല സ്ഥലങ്ങളുണ്ടായി. അമ്പലത്തിന് ചുറ്റും കുറച്ച് ഏരിയ മൊത്തം ഒരേപോലുള്ള സ്ഥലങ്ങളായിരുന്നു. വളരെ ഭംഗിയുള്ളൊരു അമ്പലം, കാടിൻ്റെ നടുവുള്ളൊരു അമ്പലം.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. മേലെ വാനിലെ കിളികളായി ചേരാം മാറിവിൽ ചെരുവിലായി ഇനി ഒന്നായി ഒന്നായി കാണാം കനവേ ഹോ. തീരാ വെണ്ണില തിരകളായി ചേരാം വെൺമുകിൽ കടവിലായി ഇനി ഒന്നായി ഒന്നായി ഉയരാം നിനവേ. മൊഴികളിൽ നീരാടാം മിഴികൾ നീന്തിയലയാ ഇരുളിലോ തിരിയാകാമെന്നും പകലിനായി മഴയാകാം കുളിരായി പീലി വിടരാം ഈ പൂഞ്ചെരുവിൽ നിഴലേകിടുമോ നിലവേ നിലവേ. മേലെ വാനിലെ കിളികളായി ചേരാം മാറിവിൽ ചെരുവിലായി ഇനി ഒന്നായി ഒന്നായി കാണാം കനവേ ഹോ. തീരാ വെണ്ണില തിരകളായി ചേരാം വെൺമുകിൽ കടവിലായി ഇനി ഒന്നായി ഒന്നായി ഉയരാം നിനവേ. മസനഗുഡി ഊട്ടി റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ബൊക്കാപുരം ടെമ്പിൾ ഒരു സ്പോട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചൂസ് ചെയ്തത് മോയാർ ഡാം ആയിരുന്നു. അപ്പം റോഡ് സൈഡ് തന്നെയാണ് ഞങ്ങൾ നിർത്തി ഡാം കാണാനായിട്ട് നിന്നത്. നല്ല നല്ല ആകാശം നല്ല തെളിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അപ്പം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ഭംഗിയുള്ള മേഘങ്ങൾ, നീലാകാശം നന്നായിട്ട് നല്ല കളറോടുകൂടി നിൽക്കുന്നുണ്ടായി. അപ്പം നല്ല ഇഷ്ടപ്പെട്ടു സ്ഥലം. കുറേ നേരം നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെയാണ് അവിടെ നിന്ന് പോയത്. ഞങ്ങൾ ഈ ഫോറസ്റ്റിനകത്തേക്ക് കടന്ന് അതിന് രണ്ട് സൈഡിലുമായിട്ട് വന്ന സമയം മുതൽ കാണുന്നതാണ് എലന്തിപ്പഴത്തിൻ്റെ മരം. ആക്ച്വലി ഞങ്ങൾക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അത് എലന്തിപ്പഴത്തിൻ്റെ മരമാണെന്നുള്ളത്. പക്ഷേ ഷിനുവേട്ടൻ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, കാരണം അവരുടെ വീട്ടിൽ അവിടെ നെമ്മാറയിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അത് പറിക്കണം എന്ന് വന്നപ്പോൾ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു, ആരെങ്കിലും കണ്ടാൽ പണി കിട്ടും. പക്ഷെ ഞങ്ങൾ പോകുന്ന വഴി ഒന്ന് നിർത്തി ഒന്ന് ട്രൈ ചെയ്ത് കുറച്ച് പറിച്ചെടുത്തിട്ട് ഞങ്ങൾ മുങ്ങി. ഞാൻ ഇറങ്ങില്ലേ? വേണ്ട മതി, ഫോറസ്റ്റ് കാണാൻ പിടിക്കും. എലന്തിപ്പഴം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ? സിലേട്ടത് കെട്ടി വെച്ചിട്ട് സിലേട്ടത് കാണിച്ച ആൾക്കാര് വരുന്നുണ്ട്. അത് വരുന്നതിന്റെ ഉള്ളിൽ പോണെന്നല്ലേ ഞാൻ പറഞ്ഞു. ക്യാമറ ഉണ്ട് എവിടെ?
കണ്ടോ ഞാൻ കഴിക്കുന്നു പക്ഷെ എനിക്ക് വേണ്ട. അങ്ങനെ മതിയാവോളം ഇലന്തിപ്പഴമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇനി നേരെ മേമ്മയുടെ വീട്ടിലേക്കാണ്. ഉച്ചയായി, സമയം ഏകദേശം ഉച്ച കഴിഞ്ഞു, 2 മണിയോളം ആയിട്ടുണ്ടായി. അപ്പം ഇനി അടുത്ത പ്ലേസ് എന്ന് പറയുന്നത് അവിടെ അടുത്തുള്ള നീഡിൽ റോക്കാണ്. അപ്പം അത് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മൾ ഇരിക്കുന്ന വീട്ടിൽ നിന്ന്. അപ്പം നേരെ അങ്ങോട്ടേക്കാണ് പോണത്. നീഡിൽ റോക്കിൻ്റെ വിശേഷങ്ങളും ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നുള്ളൂ. അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. അടുത്ത വീഡിയോ, അതായത് നമ്മുടെ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ അടുത്തന്നെ വരുന്നതായിരിക്കും. ബൈ.